ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവിടെ അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും, കേട്ടോണേ, 2-ാമത്തെ വാക്യമാണ്, കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിലേൽപ്പിച്ചു. ആരുടെ കയ്യിലേൽപ്പിച്ചു? യഹോയാക്കീമിനെ ഏൽപ്പിച്ചത് മനസ്സിലാക്കാം. യഹോയാമിനെ നെബൂഖദ്നേസറിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. യഹോയാക്കീമിനെ മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ ഏൽപ്പിച്ചു. അപ്പോ കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ കർത്താവ് അനുവദിക്കാതെ ആര് തൊടും? ഞാൻ ഇതിന് സിമിലർ ആയിട്ടുണ്ടോ? ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫിലിസ്തീർ വന്നിട്ട് കർത്താവിൻ്റെ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. ഉയ്യോ, മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, യഹോവയുടെ സാന്നിധ്യമുള്ള പെട്ടകം പിടിച്ചുകൊണ്ട് പോയെന്ന് പറ്റുമോ? അപ്പോ കർത്താവ് അനുവദിക്കാതെ നടക്കുമോ എൻ്റെ പ്രിയരെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ കർത്താവ് നെബൂഖദ്നേസറിന്റെ കൈ കൊടുത്തെന്ന്, അല്ലെങ്കിൽ ഫിലിസ്ത്യരുടെ പെട്ടകം പിടിച്ചുകൊണ്ട് പോകാൻ കർത്താവ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിരിക്കുന്ന പെട്ടകം ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോയെന്ന്. അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് കൽപ്പിക്കാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം മനുഷ്യന് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? അതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ, മനുഷ്യനെ അവൻ്റെ പ്രവർത്തികൾക്ക് ഉത്തരവാദിയാക്കി വച്ചിരിക്കുന്നു. അപ്പോ അതെങ്ങനെയാ മനുഷ്യനെ അക്കൗണ്ടബിൾ ആക്കിയതെന്ന് അറിയണമെങ്കിൽ യെരമ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം ബാബിലോൺ രാജാവിനെയും എങ്ങനെയാ അവരുടെ കൂട്ടരെയും ദൈവം ഇടപെടുന്നതെന്ന് 50-ാം അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നീട് വായിക്കുക. അവിടെ കൃത്യമായിട്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ രാജാവിനെ അക്കൗണ്ടബിൾ ആക്കിയതെന്ന്. താൻ ചെയ്ത പ്രവർത്തിക്ക് തന്നെ അക്കൗണ്ടബിൾ ആക്കുന്നു. ഹല്ലേലൂയ. ഞാനിത് വീണ്ടും പറയാനായിട്ടുള്ളൊരു കാര്യം എൻ്റെ പ്രിയരെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ പ്രീഡെസ്റ്റിനേഷൻ, ദൈവത്തിൻ്റെ മുൻ നിർണയം, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും, ഒരുപാട് ചോദ്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുൻപ് ദൈവം ആ സകലതും ചെയ്യുന്നതെന്നുള്ളത്, എൻ്റെ പ്രിയരെ, നമ്മുടെ രക്ഷ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണേ. ദൈവത്തിന് കനിവ് തോന്നിയിട്ടാ, ദൈവം പ്രിയം ചെയ്തതുകൊണ്ടാ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാ, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാ, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഭവനത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വീണത് കൊണ്ടാ. ഹല്ലേലൂയ. അപ്പോൾ ഉടനെ ചിന്തിക്കരുതേ, അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യണ്ടല്ലോ, ഞങ്ങൾ എന്നാ ചെയ്യാനാ? നോ. ഞാനത് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം, തൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല, അല്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. 5-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം ആകർഷിക്കാതെ ആരും കർത്താവിൻ്റെ അടുക്കൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമുക്ക് മനസ്സുണ്ടെങ്കിലും ദൈവം ആകർഷിക്കാതെ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സുണ്ടാവുക, ദൈവം ആകർഷിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പിന്നീടല്ലേ. ഹല്ലേലൂയ. നമ്മളൊരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ.
ഇന്നിപ്പം ലിനു പറഞ്ഞതുപോലെ ഞാൻ എന്തൊക്കെ നേടിയിട്ടും, ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി, പക്ഷേ എൻ്റെ മരണശേഷം ഞാനിതെല്ലാം ഇവിടെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇരുട്ടിനകത്തേക്ക് പിശാചും അവൻ്റെ അനുചരന്മാരുള്ളിടത്തേക്കാണ് പോകുന്നതെങ്കിൽ എന്തൊരു ദൗർഭാഗ്യമായിരിക്കും അല്ലേ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അവന്? പ്രിയരെ, ഞാൻ ഈ രക്ഷയിലേക്ക് വരാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ചിന്തയിൽ ഇനിയും കുറേ നാളോടെ ഞാൻ ജീവിച്ചിരിക്കും, പിന്നെ റെഡി ആവാമെന്നായിരുന്നു. പക്ഷെ ഒരു തോട്ട് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെ ചോദിച്ചു, സാർ ഇവിടുന്ന് തിരിച്ച് വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലുമെന്നെന്താ ഉറപ്പ്? ഒരുറപ്പുമില്ലല്ലോ. അത് ഭയങ്കരമായിട്ട് എന്നെ തിങ്ക് ചെയ്യിച്ചു കേട്ടോ. നമുക്കൊരു ഉറപ്പില്ല ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നവരെ നമ്മൾ ഇരിക്കുമെന്ന്. നമുക്കൊരു ഉറപ്പില്ല നാളെ നമ്മൾ എഴുന്നേക്കുമെന്ന്. ഇന്നാണ് സമയം, ഇപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു മരണാനന്തര ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അടിച്ച് കയറ്റി നിങ്ങളെ അതിൽ നിന്ന് ഒരു അണു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത നിലയിൽ നിർത്താൻ കാരണം ഇതിൽ നിന്ന് അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കാരണം ഇത് സത്യമാ. ഇതിൽ ഒരു മാറ്റവും ഇല്ല എൻ്റെ പ്രിയരെ. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുക എബ്രായ സഭയോട് കർത്താവ് പറയുന്നത്. നിങ്ങൾ നോക്ക്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം, എന്നിട്ട് 153 ആൾക്കാരുടെ പേരിങ്ങനെ പറഞ്ഞിട്ട് പറയുക. അതുകൊണ്ട് ഇട്ടേച്ച് പുറകോട്ട് പോകല്ലേ, ഇതൊക്കെ സത്യമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മൾ കർത്താവിൻ്റെ രാജ്യത്ത് അവിടുത്തെ രാജ്യത്തിലെ അംഗങ്ങളായിട്ട്, അവിടുത്തെ സഹോദരന്മാരായിട്ട് ജീവിക്കാൻ പോകേണ്ടവരാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ആർക്കാണ് ഈ നന്മയ്ക്കായി സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു സെൻറ്റിമെൻ്റ് അല്ല. സെൻറ്റിമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അത് നമുക്ക് മനസ്സിലാകാനായിട്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര കൈയടി, ഭയങ്കര അന്യഭാഷ, കൈയടിച്ച് പൊട്ടിച്ച് ഉറക്കപ്പാട്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പ്രാർത്ഥന. എൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ മേലെ എനിക്കൊരു വിടുതൽ നടന്നു. എൻ്റെ വിസ ശരിയായി, എൻ്റെ ജോലിയുടെ കാര്യം ശരിയായി, ഭയങ്കര സന്തോഷം, ഭയങ്കര വലിയ സാക്ഷ്യം, നീണ്ട സാക്ഷ്യം, പാട്ടോടുകൂടിയ സാക്ഷ്യം, അന്യഭാഷയിൽ സാക്ഷ്യം. ഇതൊക്കെ സെൻറ്റിമെൻ്റലാ പ്രിയരെ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്താലും അത് ചെയ്യാനായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ, എന്നെ അത് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകമുണ്ടാ? എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണോ? വചനം വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, ഇത് തന്നെ ഇന്ന് ലിനു സംസാരിച്ച്, പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ, അതാണ് ദൈവസ്നേഹം. അല്ലാത്തത് സെൻറ്റിമെൻ്റാ. അങ്ങനെയല്ല. ഈ ദൈവഭക്തി, ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ദൈവഭക്തി എന്ന് വെച്ചാൽ ദൈവത്തെ ആഗ്രഹിക്കുക, ദൈവത്തെ വാഞ്ചിക്കുക, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയം, ഇത് മൂന്നും കൂടിക്കലർന്നതാ ഭക്തി, ദൈവഭക്തി എന്ന് വെച്ചാൽ. ദൈവത്തെ ആഗ്രഹിക്കുക, വാഞ്ചിക്കുക. 2, ദൈവത്തോടുള്ള സ്നേഹം. 3, ദൈവത്തോടുള്ള ഭയം. ഇത് മൂന്നും ചേർന്നതാ ദൈവഭക്തി. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ
പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ. ശരിക്കും ഇയ്യോബിന് ചില കൂട്ടർ പറയുന്നുണ്ട് ഇയ്യോബിന് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊന്നും. ഇയ്യോബിന് ഒരു കാരണവും ഇല്ലായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചാൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ, നമ്മുടെ യഹോവയായ ദൈവം തന്നെ പറയുന്നുണ്ട് ഇയ്യോബിന് ഒരു പ്രശ്നം, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു. അതൊന്നും കൊണ്ടല്ല ദൈവം അവനെ പരീക്ഷിക്കുന്നത്. 2-ാം അധ്യായം ഇതിൻ്റെ 3-ാം വാക്യം, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെപ്പോലെ, ആര് പറയുന്ന? യഹോവ പറയുന്ന, അവനെപ്പോലെ നിഷ്കളങ്കനും, അവനെപ്പോലെ നേരുള്ളവനും, അവനെപ്പോലെ ദൈവഭക്തനും, അവനെപ്പോലെ ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഭക്തി എന്താണ് എന്ന് നമ്മളെ കാണിച്ചു തരാനായിട്ട് എൻ്റെ പ്രിയരെ ആ ദൈവഭക്തനായ നിഷ്കളങ്കനായ യോബിനെ ദൈവം ഉപയോഗിക്കുക ചെയ്തു. അതിനാ ദൈവം അവൻ്റെ ജീവിതത്തെ നമ്മളെ കാണിച്ചു തരാൻ എന്താണ് ശരിയായ യഹോവ ഭക്തി. ദൈവത്തിൻ്റെ വോർത്ത് എന്താണ്? ദൈവം തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയവനും അധികം തങ്കത്തിലും ആഗ്രഹിക്കുന്നവനും 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനും ഏറ്റവും ഉന്നതനും സകലത്തെക്കാളും വർത്തിയാണ് ദൈവമെന്ന് എന്നെയും നിങ്ങളെയും നമുക്ക് കാണിച്ചു തരാനായിട്ട് നിഷ്കളങ്കനായ ഇയ്യോബിന്റെ ജീവിതം ഉപയോഗിക്കുന്നു. യഹോവയായ ദൈവം നമുക്ക് എഴുതി തന്ന പ്രേമലേഖനത്തിൽ ഒരു പുസ്തകം, ഇയ്യോബിന്റെ പുസ്തകം, ചരിത്രം ചേർത്ത് വെച്ചു നമുക്ക് കാണിച്ചു തരാൻ ഞാൻ എത്ര വോർത്താണെന്ന്, യഹോവ എത്ര വോർത്താണ്, ദൈവം എത്ര വോർത്താണ് നമ്മുടെ ജീവിതത്തിൽ. അത്രയേ ഉള്ളൂ പ്രിയരെ. സകലത്തെക്കാളും, ജീവനേക്കാളും, മക്കളെക്കാളും, സമ്പത്തിനേക്കാളും, എന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നതാ ദൈവസ്നേഹം. അല്ലാതെ ചില സമയത്ത് ഭയങ്കര വികാരം വരുമ്പോൾ അങ്ങോട്ട് ഭയങ്കര പ്രാർത്ഥന, അതല്ല. പക്ഷെ ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഉപയോഗിക്കും കേട്ടോ. കാരണം നിങ്ങളെ തിരികെ കൊണ്ടുപോകും. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് കേട്ടോ, തെറ്റാണെന്നല്ല. സമ്പത്ത് വേണ്ടാന്നും മക്കൾ വേണ്ടാന്നും കുടുംബം വേണ്ട, ഇതൊന്നും അല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. മക്കൾക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയുടെ ഗണത്തിൽപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമുണ്ടെങ്കിലേ ഇതൊക്കെ അനുഭവത്തിൽ വരികയുള്ളൂ, ഇതൊക്കെ സഫലമാവുകയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എല്ലാം മേലെ ദൈവമായിരിക്കണം. ദൈവത്തെ കോംപ്രമൈസ് ചെയ്ത്, ദൈവഭക്തിയെ, ദൈവസ്നേഹത്തെ കോംപ്രമൈസ് ചെയ്തൊന്നും ഉണ്ടാവാൻ പാടില്ല. ബ്രദറെ, ഇങ്ങനെയൊക്കെ പറ്റുമോ ബ്രദറെ? മക്കളെക്കാളും പങ്കാളിയേക്കാളും അപ്പനമ്മയെക്കാളും സമ്പത്തിനേക്കാളും തൻ്റെ ജോലിയേക്കാളും ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുമോ? വെറുതെ ബ്രദറിന് പ്രസംഗിക്കാൻ പറ്റും ബ്രദറെ, ഇതൊക്കെ പറയാനല്ലേ പറ്റൂ? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാമേ, ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ല പ്രിയരേ, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഈ സെക്യുലർ വേൾഡിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ. സെക്യുലർ വേൾഡ്, ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയാം ഈ LTT ഇല്ലേ, തമിഴ് ശ്രീലങ്കൻ പുലികൾ, LTT, ഡ്രെഡഡ് ക്രിമിനൽസ് ആണ് അവർ, ഡ്രെഡഡ് ക്രിമിനൽസ്. ദൈവമില്ലാത്ത, ഇന്ന് ഉണ്ടായി നാളെ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ജീവനു വേണ്ടി, ഹല്ലേലൂയ, അല്ലെങ്കിൽ വെറും പുഴുവായ മനുഷ്യന്റെ ഒരു ഐഡിയോളജിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്നവരായി ഇവർ.
അല്ലേ? അവരുടെ കഴുത്തിൽ എന്നാ ഉണ്ടെന്നാ പറയുന്നത്? സൈനൈഡ് ഉണ്ടെന്നാ പറയുന്നത്, മനുഷ്യ ബോംബായിട്ട്. അപ്പൊ പറ്റുമോ? പറ്റും. ഇത് പറയാനേ പറ്റുള്ളൂ എന്ന് പറയുന്നവരോട് ഞാൻ പറയുക, ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യന്റെ ഹ്യൂമൻ ഐഡിയോളജിക്ക് വേണ്ടി ചാകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? നമ്മുടെയൊക്കെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തകർ പിള്ളേരെ കണ്ടിട്ടില്ലേ? ബുള്ളറ്റ് പോലെ വരുന്ന ജലപീരങ്കിക്ക് മുമ്പിലൊക്കെ നിറഞ്ഞ് ചത്തോ, ഇവനൊക്കെ ശരിക്കും ഒന്ന് കൊണ്ടാൽ ചത്തു. അപ്പോൾ അതൊക്കെ പറ്റും. എന്നാ നിത്യത വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദ സോ കോൾഡ് പെൻറ്റക്കോസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസികൾ, നമുക്ക് ഈ ജീവനേക്കാൾ വലുതാ കർത്താവെന്ന് പറയാൻ, ഈ ജീവനേക്കാൾ വലുതാ കർത്താവെന്ന് പറയാൻ എന്താ ധൈര്യമില്ലാത്ത പ്രിയരെ? എന്താ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇത് നടക്കുമോ ബ്രദർ എന്ന്? ഹല്ലേലൂയ. എൻ്റെ പ്രിയ, ഇതാ ശരിക്കും ശിഷ്യത്വം. ഇതാ ഒരു വാർ ടൈം ലൈഫാണ്, വാർ ടൈം. അല്ലാതെ വെറുതെ സെൻറ്റിമെൻ്റലായിട്ട് ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് അല്ല. ഈ സകലത്തെക്കാളും ദൈവത്തെ സ്നേഹിക്കണം. പോൾ പറയുന്നത് എന്താ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പോൾ പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. സന്തോഷത്തിന്റെ ഉറവിടം കർത്താവാകണം പ്രിയരെ. അങ്ങനെയാണോ? കാരാഗ്രഹത്തിൽ, ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെച്ച് സംഭവിച്ചതെന്നാ? നമുക്കറിയാവുന്ന എത്രയേ ഉള്ളൂ. ഫിലിപ്പിയർ എന്നാ മാക്സി പറയാം, രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഇതാ നമുക്കറിയാവുന്ന മാക്സിമം. അല്ലാതെ പ്രിയരെ, അതിലുപരി അടികൊണ്ട് ചങ്ങലയെ ധരിച്ച് ആമത്തിൽ കിടക്കുമ്പോഴും അവർ കർത്താവിന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ കഷ്ടം അനുഭവിച്ച് അപമാനം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാവോ? പൗലോസിന്റെയും ബീലാസിന്റെയൊക്കെ വസ്ത്രം ഉരിഞ്ഞ് കോൽ കൊണ്ടടിച്ചെന്നാ അവിടെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വസ്ത്രം പറിച്ചുരിഞ്ഞ് തെരുവിലിട്ട് കോൽ കൊണ്ടടിച്ച്. ഈ ഒരു അവസ്ഥയിൽ അവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ഇത് ശ്രദ്ധിച്ചു. എന്ത്? വായ് തടവുകാരെന്താ ശ്രദ്ധിക്കാൻ കാരണം? ഇവരൊരു പ്രത്യേക ഗ്രൂപ്പാണല്ലോ. ഈ ബന്ധനസ്ഥർക്ക്, ഈ തടവിലാക്കപ്പെട്ടവർക്ക് അവർ ഭജിക്കുന്ന ദൈവം സകലത്തിനേക്കാളും വലുതാ, സകലത്തെക്കാളും വലുതാ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചില ആപ്പിറ്റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സഹായിക്കാൻ, അതൊന്ന് ശരിക്കൊന്ന് അനുഭവിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് നേടിയെടുക്കാൻ യേശുവിനെ കൂടെ ചേർക്കുന്നതല്ല രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ. പണ്ട് സ്വത്തും സമ്പത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പറഞ്ഞു രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷകനെന്ന് ആദിനുമായി സ്വീകരിച്ച സമ്പത്തും സ്വത്തും മക്കൾക്ക് ജോലിയൊക്കെ കിട്ടും, എന്നാ ഓക്കെ. അതല്ല രക്ഷ. പണ്ടുണ്ടായിരുന്ന ആസക്തി മാറി അവിടെ പുതിയൊരു ആസക്തി വന്നു. ഹല്ലേലൂയ.
പണ്ടുണ്ടായിരുന്ന ആസക്തി മാറി യേശു എന്ന ആസക്തി. അല്ലാതെ പണ്ടുണ്ടായിരുന്ന ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കാൻ കർത്താവിനെ കൂട്ടുപിടിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. മനസ്സിലായോ? ദൈവസന്നിധി വരുന്നതും പ്രാർത്ഥനയ്ക്കിരിക്കുന്നതും വചനം വായിക്കുന്നതും വചനം കേൾക്കുന്നതൊക്കെ ബോറടി ആയെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ബോറടി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചോണേ. പഴയ നിയമപുസ്തകത്തിൽ യാക്കോബ് റേച്ചലിനു വേണ്ടി ലാബാന്റെ എത്ര വർഷമാ പണിതത് ലാബാന്റെ കീഴിൽ? അത് വെറും ഒന്നുമില്ല, ദിവസങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം യാക്കോബ് റേച്ചലിനെ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. ഇതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ. ഇതേപോലെ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം പ്രിയരെ. ഹല്ലേലൂയ. അതാ ദൈവസ്നേഹം. അതിനെയാ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അവർക്കാണ് ദൈവം സകലത്തിലും നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ദൈവം സകലത്തിലും നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യത്യാസമില്ല പ്രിയരെ. ഇപ്പോൾ കൈപ്പേറുന്നതാണെന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിലും പിന്നീട് മധുരിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇനി ആ വാക്യത്തിലെ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതല്പം ആഴമേറിയതും പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്നതുമായ നിർണയപ്രകാരമുള്ള വിളി, അതൊന്ന് വ്യക്തമാക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് 29, 30 വാക്യങ്ങൾ. ഇത് രണ്ടും കൂടെ ചേർത്ത് ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത് ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ദിവസം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, പഠിക്കാം. ദൈവം അതിനായിട്ട് നമുക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ. ദൈവം തൻ്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും കാക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂടിവരവ് അവസാനിപ്പിക്കാം.